നമ്മുടെ ആഗ്രഹവും ലക്ഷ്യവും നേടുന്നതിന് വേണ്ടി സ്ലീപ്പ് ടെക്നിക് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സൺഡേയിൽ ലൈവ് വന്ന സമയത്ത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു, സർ സ്ലീപ്പ് ടെക്നിക്കിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? ഞാൻ അവരോട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്ലീപ്പ് ടെക്നിക്കിനെ കുറിച്ചാണ്. ഈ സ്ലീപ്പ് ടെക്നിക്ക് ചെയ്യേണ്ട സമയം രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ്. നിങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം അവസാനം ഇനി ഉറക്കം മാത്രമേ പാടുള്ളൂ. ആ ഒരു നിമിഷത്തിലാണ് നമ്മൾ സ്ലീപ്പ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിടക്കാൻ വേണ്ടി നിവർന്ന് നമ്മൾ സാധാരണ കിടക്കുന്നത് പോലെ തന്നെ കിടക്കുക. അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ പറയാം. അതിനുവേണ്ടി ആദ്യമായി ചെയ്യേണ്ടത് കുറച്ച് ബ്രീത്ത് എടുക്കുക എന്നുള്ളതാണ്. 5-10 ബ്രീത്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ദീർഘമായി ശ്വാസം അകത്തേക്ക് എടുക്കുകയും വളരെ സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക. ആ ശ്വാസം എടുക്കുന്ന സമയത്ത് റിലാക്സ് 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 എന്ന് പതിയെ മനസ്സിൽ മന്ത്രിക്കാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ബ്രീത്ത് എടുക്കുക. റിലാക്സ് ആയി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. അന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതാകാം, അതല്ലെങ്കിൽ മുൻപ് സംഭവിച്ചതാവാം. എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സിനെ കുറിച്ച് ചിന്തിക്കുക. എന്തിനാണ് ബ്ലെസ്സിങ്സിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പറയുന്നത്? നിങ്ങളുടെ മനസ്സ് ഒരു ഹാപ്പി സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹാപ്പി സ്റ്റേറ്റിലോട്ട് മൈൻഡിനെ കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? ഇമോഷൻസ് ഉണ്ടാവും, പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവും, പോസിറ്റീവായിട്ടുള്ള എനർജിയുടെ ചലനം നിങ്ങളുടെ ശരീരത്തിലുണ്ടാകും. ആ ഒരു ഹാപ്പി സ്റ്റേറ്റിൽ വെച്ച് നിങ്ങൾ എന്ത് ചിന്തിച്ചു കഴിഞ്ഞാലും അത് പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ കാരണമാവും. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മൈൻഡിനെ ഒരു ഹാപ്പി സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരിക എന്നതാണ്. മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, അഥവാ സ്ലീപ്പ് ടെക്നിക്കിൽ മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സ്വയം ഒരു ചോദ്യം ചോദിക്കുക, എനിക്ക് എന്താണ് വേണ്ടത്? അത് ഒരു പക്ഷേ നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തെ മാത്രം എടുത്തുകൊണ്ട് സ്ലീപ്പ് ടെക്നിക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാറാണോ ആഗ്രഹം, അതല്ലെങ്കിൽ ഒരു വീടാണോ ആഗ്രഹം, അതല്ലെങ്കിൽ ബിസിനസ്സിൽ വളർച്ചയാണോ ആഗ്രഹം, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ പാസ്സാവുകയാണോ ആഗ്രഹം, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താണ് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി ഡിസൈഡ് ചെയ്യുക. അതല്ലെങ്കിൽ സ്വയം ചോദിക്കുക. ആ ഒരു നിമിഷത്തിൽ ആ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടും, എന്താണ് എന്നുള്ളത്. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. ഒന്നാമതായിട്ട് മൈൻഡിനെ റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ബ്രീത്തിങ് എടുക്കാവുന്നതാണ്. രണ്ടാമതായിട്ട് മൈൻഡിനെ ഹാപ്പി സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ബ്ലെസ്സിങ്സിനെ കുറിച്ച് ചിന്തിക്കുക. മൂന്നാമതായിട്ട് നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ള ഒരു ചോദ്യം സ്വയം ചോദിക്കുക. ഇതാണ് 3 സ്റ്റെപ്പുകൾ. നാലാമത്തെ സ്റ്റെപ്പാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ഇപ്പോൾ നടക്കുന്നത് പോലെ ആക്ട് ആസ് ഇഫ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ച് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിൽ കേട്ടിട്ടുണ്ടാവും. എന്തൊരു കാര്യം നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോഴും അത് ഇപ്പോൾ ഈ നിമിഷം നടക്കുന്നത് പോലെ, പ്രസൻറ്റിൽ നടക്കുന്നത് പോലെയാണ് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ നിമിഷം നടക്കുന്നത് പോലെ വിഷ്വലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ പോയിന്റ്. ഓക്കെ, ആ വിഷ്വലൈസേഷൻ വേണമെങ്കിൽ നമുക്കൊരു 7 മിനിറ്റ് വരെയൊക്കെ നീണ്ടു നിൽക്കാവുന്നതാണ്. ഓക്കെ, 7 മിനിറ്റ് വിഷ്വലൈസേഷൻ ചെയ്യുക. ഇതാണ് സ്ലീപ്പ് ടെക്നിക്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഹാപ്പി സ്റ്റേറ്റോടു കൂടി തന്നെ, വളരെ സന്തോഷത്തോടു കൂടി, പോസിറ്റീവായിട്ടുള്ള വികാരത്തോടു കൂടി അത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ്. അവസാനം പിന്നെ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ്. ഇതാണ് സ്ലീപ്പ് ടെക്നിക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക.
ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ഓൾ വീഡിയോസ്.